രാഹുൽ, കെ.സി. വേണുഗോപാലിനെതിരെ പലതരത്തിലുള്ള ട്രോളുകൾ ഇറങ്ങാറുണ്ട്. അത് രണ്ട് സീസണായിട്ടുള്ള കപ്പ കെ.സി. കോംബോ മുതൽ പിന്നെ ഡെലിവറി പാർട്ണറിന്റെ പുറകിൽ കയറിയിരുന്ന് പോകുന്ന വീഡിയോ വരെ എത്തുന്നതാണ് ഈ പറഞ്ഞ ട്രോളുകളുടെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെലിവറി പാർട്ണറിന്റെ പുറകിൽ കയറി പോയതിലും ഒരു പ്രഹസനമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അങ്ങനെ ആയിരിക്കും? പ്രഹസനമുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ കെ.സി. വേണുഗോപാൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെ പോയിട്ട് കപ്പ കഴിക്കുന്ന ഒരു വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. ആ കപ്പ കഴിക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നീട് ചർച്ച ആയത് എന്തായിരുന്നു? നമ്മുടെ ശൈലജ ടീച്ചർ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുത്ത് പോയിട്ട് തൊഴിലുറപ്പ് കൊണ്ടുവന്നത് ഞങ്ങളാണ്, നിങ്ങൾക്ക് ഓണത്തിന് അലവൻസ് തരുന്ന ഒരേ ഒരു പാർട്ടി ഞങ്ങളാണ്, ഒരു സംസ്ഥാനം കേരളമാണ് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഗിഗ് വർക്കേഴ്സിന്റെ അദ്ദേഹം ഗിഗ് വർക്ക് ചെയ്യുന്ന ഒരാളുടെ കൂടെ, അതായത് നമുക്കറിയാം ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള അത്തരത്തിലുള്ള തൊഴിലുകളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള വേതനമാണെങ്കിലും കൃത്യമായിട്ടുള്ള തൊഴിലാണെങ്കിലും ഒന്നും ലഭിക്കില്ല. ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ അവർ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അവർക്ക് സുരക്ഷയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു തൊഴിലാളിയുടെ പുറകെ പോയിരുന്നതിന് ശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ച ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഗിഗ് വർക്കേഴ്സിന്റെ ആണ്. കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത് കോൺഗ്രസിന് തന്നെ ദേശീയ തലത്തിൽ ഒരു നേതാവാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് ഒരു വീട്ടിൽ പോയി കപ്പ കഴിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങളൊന്നുമില്ല, രാഹുൽ ഗാന്ധി ആയതുകൊണ്ട്. കെ.സി. വേണുഗോപാൽ വന്ന് കഴിച്ചാലാണ് ഇത്രയും വലിയ വിഷയമുള്ളത്. അതേപോലെ തന്നെ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പോയി കപ്പ കഴിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ഒരു ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ മേഖലയിലും കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളുടെയും വിഷയങ്ങൾ ഓഡിറ്റ് ചെയ്ത് പഠന വിധേയമാക്കി ഒരു ടീമുമായിട്ട് പോയിട്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. അവരെ കൂടി ഇരുത്തി അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, പരിഹരിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്. അതെ, ഇപ്പൊ കെ.സി. വേണുഗോപാലിന്റെ രണ്ടാമത്തെ കപ്പ വിവാദം എന്ന് പറയുന്നത് പാചകവാതക വില കൂടുന്നു, അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ വില കൂടുന്നു എന്നുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം അവിടെ എത്തിയത്. പക്ഷെ ഈ പറഞ്ഞ കോസ് എന്താണ് എന്നുള്ളത് പുറത്തു വരില്ല. പക്ഷെ അദ്ദേഹം കപ്പ ഇളക്കി, കപ്പ കഴിച്ചു, പോക്കറ്റിൽ മൈക്ക് വെച്ചിട്ട് തറയിലിരുന്നു, അതുപോലെ ഒരു ഡെലിവറി പാർട്ണറിന്റെ പുറകിൽ കയറിപ്പോയി എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കേരളത്തിന്റെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് യുവാക്കൾ ഈ പറഞ്ഞ ഡെലിവറി പാർട്ട്നേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്, ഗിഗ് വർക്കേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു യുവാക്കൾ മാത്രമല്ല മുതിർന്നവരും അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഡെലിവറി ചെയ്യാൻ വരുന്ന ആൾക്കാരെ നോക്കിയാൽ മനസ്സിലാകും, ഒരു ഇടത്തരം ഏജിലുള്ള ഒരു 40+ അല്ലെങ്കിൽ 50ക്ക് ഇടയിലുള്ള ആൾക്കാരും ഈ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ അപകടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ജോലിക്ക് എന്നും രാവിലെ നമുക്ക് ഇവിടെ ഓഫീസിൽ വരണം, പക്ഷെ ഒരു ഡെലിവറി പാർട്ട്ണറിന് എന്നും പോണമെന്നില്ല. ഇന്നൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് പോകാതിരുന്നാൽ ഇന്ന് സാലറി ഇല്ല, അത്രേ ഉള്ളൂ. അതിന്റെ അപകടവും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു നിശ്ചിത സാലറി അവർക്കില്ല. ഈ പറയുന്ന പോലെ 30 ദിവസം ജോലി ചെയ്താൽ ഇത്ര സാലറി കിട്ടും എന്നുള്ളൊരു നിയമമൊന്നുമില്ല. അവരെത്രത്തോളം വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം തിരക്കുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർക്ക് ഓരോ റൈഡിന്റെയും ഈ വേതനം കിട്ടുന്നത്. ചിലർക്കൊക്കെ 15,000 രൂപയിൽ താഴെ വരെ പണം കിട്ടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഒരു ദിവസം ഞാൻ ഇത്ര ഏൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കിട്ടണമെന്നില്ല. അത് ഓരോ ഏരിയ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ എത്ര ഓർഡേഴ്സ് എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി ഒരുപോലെയല്ല. ഗിഗ് വർക്കർമാരുടെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഇത്തരത്തിലൊരു തൊഴിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2-3 കൊല്ലം മുമ്പിട്ട് ആമസോണിൽ ഡെലിവറി പാർട്ട്ണറായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. കമ്പനി എന്താണോ പറയുന്നത് അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അവർ ഇത്ര സാധനം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയേ പറ്റൂ, വേറെ വഴിയില്ല. ഈ സാധനം അന്നത്തെ ദിവസം തീർക്കണം. ചില ഡെലിവറി പാർട്ട്ണർമാർ രാത്രി വരെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ചില സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാധനം വരും. പക്ഷേ ഇപ്പോൾ മേഘയുടെ ലൊക്കേഷൻ വേറൊരു സ്ഥലത്താണ് കിടക്കുന്നതെങ്കിൽ അവിടെ ഇപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ സാധനം ഇവിടെ തന്നിട്ട് അവിടെ പോയി ഡെലിവറി മാർക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാലും ഈ സാധനം കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു സാധനം പോയി കഴിഞ്ഞാൽ അവരുടെ പേരിൽ ലക്ഷങ്ങളുടെ തുകയാണ് ഇവർക്ക് വരുന്നത്. ഇപ്പോൾ കൊണ്ടുപോകുന്ന വഴിയിൽ ഈ ഫോൺ പറ്റിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം ഇപ്പോൾ എക്സ്ചേഞ്ചുകളുണ്ട്, ഫോണിൻ്റെ ഒക്കെ എക്സ്ചേഞ്ച്. അപ്പോൾ ആ ഫോണിൻ്റെ വില വരുന്നത് ചിലപ്പോൾ 40,000 രൂപയൊക്കെ ആയിരിക്കും. ഈ കൃത്യമായിട്ട് ഫോണുമായിട്ട് അറിയാവുന്ന ആളുകൾ കടയിലൊക്കെ പോയി അത് മാനിപ്പുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഡെലിവറി പാർട്ട്ണർ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കത്തില്ല, നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്ത് ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് ഡെലിവറി പാർട്ട്ണറാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ ഫോൺ ഇതിനകത്ത്, അതായത് ഇവർ കൊടുത്തിട്ടുള്ള മാർക്കിനകത്ത് ലിസ്റ്റിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ പൈസ ആ ഡെലിവറി പാർട്ട്ണർ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അവരുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യും.
അതെ, ഇപ്പൊ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ്. ഈ പറഞ്ഞ എല്ലാവരും വിചാരിക്കും സുഖമായ ജോലിയല്ലേ, വേണ്ടെന്ന് വെച്ചാൽ പോകണ്ടല്ലോ അങ്ങനെ വിചാരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ PF ഇല്ല, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല, യാതൊരു വിധ അലവൻസും ഇല്ല. ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും അതിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുക എന്നൊന്നുമില്ല. അപ്പോൾ ജോലിയുടെ ഇടയിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അതെ, തീർച്ചയായും. ഇപ്പോ നമുക്കറിയാം കേരളത്തിൽ എത്രത്തോളം മനുഷ്യരാണ് ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്നത് എന്ന് അറിയാം. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുമായ എല്ലാവരും കുറെ പേർ ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ടായിട്ടുണ്ട്? ഇപ്പൊ തൊഴിലില്ലായ്മയെ പറ്റിയും യുവാക്കൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതിനെ പറ്റിയും സംസാരിക്കുന്ന പലരും കേരളത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പോലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇവരുടെ അവസ്ഥയെപ്പറ്റി ആരും സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും KC വേണുഗോപാൽ എന്തുകൊണ്ട് അവരുടെ ബൈക്കിൽ കയറി പോയി എന്നുള്ള ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിന്റെ എന്തിനു ചെയ്തു, അത് ആ കോസ് എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി ആരും ചർച്ച ചെയ്യുന്നു, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കുന്നുമില്ല. അതെ, ഇത്തരത്തിലുള്ള തൊഴിൽ എന്ന് പറയുന്നത് കാലക്രമേണയുള്ള മാറ്റങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം ഊബർ തൊഴിലാളികൾ ഇടയ്ക്ക് വെച്ച് വലിയ വിഷയങ്ങളായിരുന്നു. ഊബർ ഓടിക്കുന്നവരെ നാട്ടിലെ ടാക്സിക്കാരൊക്കെ തടഞ്ഞു നിർത്തുന്നതും വണ്ടി തല്ലി പിടിക്കുന്നതും അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോ ഊബർ എന്ന് പറയുന്നത് കാലക്രമേണയുള്ള മാറ്റമാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരോ മറ്റു വാഹനം ഓടിക്കുന്നവരോ തയ്യാറായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്നും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ഊബർ ഡ്രൈവർമാരുണ്ട്. വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ഈ വഴിക്ക് പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു രാഷ്ട്രീയപരമായിട്ടൊരു പഠനം അനുസരിച്ച് KC വേണുഗോപാലിൻ്റെ ഈ ഒരു യാത്ര, അല്ലെങ്കിൽ ഈ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന തൊഴിലാളികളുടെ ഇടയിലേക്ക് പോയി കപ്പ കഴിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ആ കപ്പ കഴിച്ചതിന് ശേഷം അവരോട് ഇരുന്ന് സംസാരിക്കുന്ന രീതിയാണെങ്കിലും, പഴയ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഒരു കഥയുണ്ട്. ഇന്ദിരാഗാന്ധി ആനപ്പുറത്ത് തോൽവിക്ക് ശേഷം ആനപ്പുറത്ത് പോയി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളുടെ പരാതിയും പരിഭവങ്ങളും കേട്ട് തിരിച്ചു വന്നൊരു കഥയുണ്ട്. അപ്പം അന്ന് തോൽക്കുമെന്ന് പ്രവചിച്ചിരുന്ന എല്ലാവരുടെയും മുന്നിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചു വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് ജനങ്ങളുടെ ഇടയിലേക്കാണ് KC വേണുഗോപാൽ ഇറങ്ങിപ്പോകുന്നത്. അവരുടെ പ്രശ്നങ്ങളാണ് കേൾക്കുന്നത്. ഇപ്പുറത്ത് നിന്ന് എത്രയൊക്കെ ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാലും രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു വിജയമാണ്. ഇപ്പോഴും നമ്മൾ രണ്ടുപേരും വരുന്ന എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം സർജിക്കൽ സ്ട്രൈക്കിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഇത് പൊള്ളത്തരങ്ങളാണ്, അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് എന്ന് പറഞ്ഞുള്ള കളിയാക്കിയോ അദ്ദേഹത്തിനെ ഇതാക്കുന്ന ഒരു വീഡിയോ വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളാണെങ്കിലും അദ്ദേഹത്തിനെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പുറമുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരു വിഷയമുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും എല്ലാ നേതാക്കന്മാരും പോയി ഇത്തരത്തിൽ സാധാരണപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് പോയി ഞങ്ങൾ സാധാരണപ്പെട്ടവരുടെ ഇടയിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി അവരുടെ ഭക്ഷണം കഴിക്കുന്നതും അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സർജിക്കൽ സ്ട്രൈക്കിൽ മോഹൻലാലിൻ്റെ പഴയ സിനിമ തമ്പുരാനായിട്ട് വന്നിട്ട് അദ്ദേഹം അവിടെ പോയി കപ്പയും കഴിക്കുന്ന രീതിയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മാധ്യമങ്ങളൊന്നും പ്രചരിപ്പിക്കാത്ത KC വേണുഗോപാലിന്റെ മറ്റൊരു രീതി, കപ്പ കഴിച്ചതിന് ശേഷം ഇരുന്ന് ഇവരോടെല്ലാം സംസാരിക്കുന്നതും ഇതിന്റെ വിഷയങ്ങൾ എണ്ണിപ്പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ ഓരോ പൊള്ളത്തരങ്ങളും പൊളിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഇതൊന്നും കൃത്യമായിട്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും കാണിച്ചില്ല. ഇവിടെ എന്താണ്, KC വേണുഗോപാൽ കപ്പ കഴിക്കുന്നു. KC വേണുഗോപാൽ ഇന്ന് കഴിച്ചത് കപ്പയാണ്. ഇന്ന് തറയിലിരുന്ന് കഴിച്ചു, അടുത്ത ദിവസം അടുക്കളയിൽ കയറി ഇളക്കി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഡെലിവറി പാർട്ട്ണറിന്റെ പുറകിൽ കയറിപ്പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഒരു ദേശീയ പണിമുടക്ക് നടത്തിയപ്പോൾ നമ്മുടെ MV ഗോവിന്ദനാണെന്ന് തോന്നുന്നു ഇതുപോലെ ബൈക്കിന് പുറകിൽ കയറി പോയിരുന്നു. അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല. അത് പക്ഷേ പണിമുടക്ക് നടത്തുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള യാത്രയൊന്നും ആയിരുന്നില്ല. അതുപോലെ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ പലരും പല പ്രഹസനങ്ങളും കാണിക്കാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ KC വേണുഗോപാൽ ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്ന് പോയത് കൊണ്ടാണ് നമ്മളിത് സംസാരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഒരു 10 പേരെങ്കിലും, ഈ വീഡിയോ കാണുന്ന ഒരു 10 പേരെങ്കിലും ഇത്തരത്തിൽ ഈ പറഞ്ഞ ഡെലിവറി തൊഴിലാളികൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഇത് തന്നെയാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇത് ചെയ്യാറുണ്ട്. ചിലർക്കത് പ്രഹസനവും, ചിലർക്കത് ഈ നാട്ടുകാരിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരു രീതി. എന്താണെങ്കിലും KCയുടെ കപ്പ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജനങ്ങൾ സംസാരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.